ഇന്ന് മൂവിക്കാകെയാണ് ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഒരു പുതിയ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് മൂവിക്കാകെയാണ് ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത്. മാളൂട്ടിക്ക് ഇന്ന് ഉച്ച വരെ എക്സാം ആണ്. അങ്ങനെ സ്കൂളുണ്ട്. ഞങ്ങൾ ഇന്നലെ അങ്ങനെ ഈ വ്ലോഗ് നമുക്ക് എടുക്കാം, ഇന്ന് അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ തന്നെ മാളൂസ് മുടി കെട്ടി തരൂല മമ്മ, അബ്ബയോടെ മുടി കെട്ടി തരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, അടുക്കളയല്ല മൊത്തം എല്ലാം ഇന്ന് ചെയ്യാനുള്ള എല്ലാം ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാനല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യും അബ്ബയും മോളും കൂടെ. അതിന് പോലും എന്നെയാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കിടക്കണത് എങ്ങനെയാണ് നോക്ക, തിരിച്ചിങ്ങോട്ട്. സ്കൂളിൽ പോണ്ടേ? ഞാൻ പോയിട്ടേ പാല് വാങ്ങിട്ട് അത്രയും നേരം കൂടി അറിയിക്കാം. അപ്പ എന്നാ വിളിക്കൂട്ടോ. ഇതുണ്ടോ കിച്ചണൊക്കെ കണ്ടോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവണം ഇന്ന്. എനിക്ക് നാളത്തേക്ക് ബാലൻസ് വെക്കരുത്. പാല് വാങ്ങി വന്നു രാവിലെ തന്നെ. നല്ല മഴ. അങ്ങനെ ഓഫറിങ് ഒന്നുമില്ല കേട്ടോ. മുട്ടായി വേണ്ട. നല്ല മോളിൽ സ്കൂളിൽ പോണോ? മഴ പെയ്ത് നമുക്ക് മഴ മഴ. എന്നോട് ചോദിക്കണ്ടത് നിനക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്തോളൂ. ചോക്കോസ് ഉണ്ടാക്കിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമാക്കിയിരിക്കുകയാണ്. നല്ല വെള്ളപ്പവും ചിക്കൻ കുറുമയും. എന്താ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഞാനും ഒരു ഇളവ് തരാം. എനിക്ക് കോൺഫ്ലെക്സ് മതി. ഓ, പക്ഷെ ഉച്ചക്ക് വൈകുന്നേരം ഇനിയിപ്പോ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, രാവിലെ കഴിച്ചതുകൊണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ രക്ഷപ്പെട്ടു. ഇപ്പൊ പാത്രങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാളൂസിന് സ്കൂളിൽ പോകുമ്പോ കൊടുക്കുന്ന ഭയങ്കര ടാസ്ക് ആണ്. ടോയ്ലറ്റ് പോയിട്ട് വെള്ളത്തിലിട്ട് മുക്കാം. അപ്പൊ എണീറ്റോളും. പുതിയതെടുക്കാൻ അങ്ങനെ പല്ല് വെച്ചിട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. മുടിയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. ചോക്കോസ്. ഇതിലും ചെറിയൊരു പാത്രം കിട്ടിയില്ല. ഞാൻ കറി എടുക്കുന്ന പാത്രത്തിൽ ഇതാ എനിക്ക് ചോക്കോസ് ഒക്കെ. ചോക്കോസ് അല്ലേ? അതല്ല ചോക്കോസ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി മക്കളെ. നീ കഴിക്കുന്നില്ലേ? ഇതിപ്പോ ടേസ്റ്റ് നോക്കാൻ എന്താ, ഇത് കടയിൽ നിന്ന് വാങ്ങിയപ്പോ ഉള്ള പോലെ തന്നെ ഉണ്ട്. പാലിനൊക്കെ മധുരൊക്കെ പാകാണ്. ഇതൊന്നും ഇപ്പൊ എത്ര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ ഗൈസ്? എന്താ കാട്ടണേ നോക്കിയതാ. ഓക്കെ, അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇവിടെ വന്ന് കിടന്നതാണ്. എന്താന്നറിയില്ല, ഭയങ്കര ഒരു സുഖം ഇപ്പൊ കിടക്കുമ്പോ. കണ്ടോ, ഇതിന്റെയൊക്കെ പ്രതികാരം നാളെ എന്നോട് തീർക്കുന്നു, അതാണ് ഉദ്ദേശിച്ചത്. സമയം ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കൊള്ളൂ കേട്ടോ. ഞാൻ ഒന്നും പറയണ്ട വിചാരിച്ചാണ്, പിന്നെ സ്കൂളിൽ പോവാനുള്ളത് കൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത്. കാര്യം മടക്കി വെക്കും. അങ്ങനെ മൂവിക്കാക്ക് ഓരോന്ന് തീർക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പറഞ്ഞ് സൂചിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ബെൽറ്റ് എവിടെയെന്ന് അറിയില്ല ഗൈസ്. എന്തൊക്കെയോ വലിച്ചെടുക്കുന്നുണ്ട്. വലിച്ചിടുന്നൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. കണ്ടോ, ഇത്രയും കാലമായിട്ട് യൂണിഫോം വെക്കുന്നത് എവിടെയാന്ന് കൂടെ അറിയില്ല ഗൈസ്. ഒന്ന് അവളുടെ സിനിമയിലുള്ള ബെൽറ്റാ,
സൂക്ഷ്മദർശിനിയിലെ അത് വിട്ടിട്ട് സ്കൂളിൽ പോ. വേഗം വന്നത് കൊള്ളേണ്ടത്. നീ വക്കീലിന്റെ കോട്ടിട്ട് വക്കീൽ അങ്ങനെ ഇനിയാണ് നമ്മൾ മെയിൻ പാർട്ടിലേക്ക് കിടക്കാൻ പോകുന്നത്. ഗായ്സ്, മുടി കെട്ടി കൊടുക്കാൻ പോവാണ്. ഇവിടെ വാടി നീ. മുടി എങ്ങനെ കെട്ടണ്ട? പോണിറ്റെയിൽ ഇട്ടിട്ട് എന്നിട്ട് അത് പിന്നണം. പിന്നെ അപ്പൊക്കെ മഴ അറിയില്ല കേട്ടോ. കറക്റ്റ് സെന്റർ. മമ്മ ഇവിടെ അല്ല, അമ്മ വേറെ എവിടെയാവുമാണ്. എന്താ സംഭവിക്കാന്ന് എനിക്കറിയൂല. ഇങ്ങനെ എടുക്കാൻ മെല്ലെ മെല്ലെ. മുടിക്ക് പോലും അറിയില്ല നമ്മള് മുടി വാരാൻ. അതാണോ സ്കൂളിലേക്ക് ഇടന്ന് കാണിക്ക്. അതിട്ടിട്ട് വിട്ടെന്നാല്. പിന്നെ ഏതാ സ്കൂളിലേക്ക് നേരം വരും. അത് എവിടെയെന്നൊന്ന് പറഞ്ഞോണ്ട ക്ലിപ്പ്. അവിടെ ഇതിലോ പോമഗ്രാനൈറ്റ് മാളൂസിന് വാങ്ങുന്ന പൊട്ടിച്ച് പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ച് എല്ലാം പൊട്ടി. ഇന്ന് ഇവിടെ എന്തൊക്കെ നടക്കോ അതപ്പോ. ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഇവിടെ പിടിക്കേ. എന്താണ് നീ കാണിക്കണേ? ഇതെന്താ ഇത് മമ്മ? ഞാൻ കെട്ടിയത് നോക്കട്ടെ. എന്താ ഇത് നോക്കി. ഇതൊക്കെ എന്താ? എന്റെ മോളെ അതൊക്കെ എങ്ങനെ ഉണ്ടാവും? നോക്ക് മുടി കെട്ടിയത് അതിന്റെ. എന്താ അങ്ങനെ ഗായ്സ് ഞാൻ മുടി ആ കെട്ടിയിരിക്കും. ആ ആ ഞാൻ കെട്ടിക്കൊടുത്തു പോയിട്ട്. ഈ ഫ്രണ്ടിലൊക്കെ റെഡിയാക്കാനുണ്ട്. അതൊക്കെ ഞാൻ ശരിയായി തരാം. അതൊക്കെ എനിക്കറിയാം. മുബിക്കാവ് കെട്ടിയിട്ട് റെഡി ആവാത്തോണ്ട് മുടി ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഗായ്സ്. നല്ല ഞാൻ പറഞ്ഞാണ് മുടി വെട്ടിക്കളയാന്ന് സമയക്കായിട്ട്. ആ റിബൺ എന്താ കാട്ടണേ? ഷൂസിന്റെ ലേസ് ഇട്ടിട്ട് അതുപോലെ കെട്ടിയാ മതി. നോക്കട്ടെ എന്റെ സ്വന്തം. അപ്പൊ എന്റെ സുന്ദരക്കുട്ടി റെഡിയാണ് ഗൈസ്. അല്ല, ആ ഷൂസ് അപ്പത്തേക്കും ഞാൻ പോയിട്ട് സ്നാക്സ് റെഡി ആക്കി. പാത്രമൊക്കെ എവിടെയെന്ന് അറിയാലേ? സമയമില്ല ഇതൊക്കെ നമ്മളെ കൊണ്ട് നടക്കും. ഈ മുടികെട്ടല് ഇതൊക്കെയാണ് നമുക്ക് വലിയ നേക്കില്ലാത്ത. കുട്ടിക്ക് അരിഞ്ഞ് വെച്ചൊക്കെ എടുത്തോണ്ടോ? വിഷമുണ്ടല്ലേ? ഇതാക്കല്ല പിന്നെ ഈ വെള്ളം ഇതൊക്കെ കണ്ടവള് തിന്നൂല ഗൈസ്. ഇതില് സ്നാക്സ് ഉണ്ടേ, ഒക്കെ തിന്ന കേട്ടോ. ഇതില് വെക്കണ വെള്ളം അറിയോ? ഇത് മാക്സ്. കേഴ്സീവ് ഒന്നും വേണ്ട. ആ എക്സാം കഴിഞ്ഞ എക്സാമിന്റെ ബുക്കൊക്കെ അത് എടുത്ത് വെച്ചെടുത്തെടുക്കുന്നു. ഇത് പിന്നെ മുബിക്കാകെ സ്ഥിരം ചെയ്യാറുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ചെയ്യാറുണ്ട് ഗൈസ്. ഇവള് അങ്ങനെയൊക്കെ പറയും. ആ എല്ലാം ചെയ്യണപ്പോ കണ്ടല്ലോ. മുടി കെട്ടണേക്കെ മുടി കെട്ടണ എനിക്ക് ബെൽറ്റ് എവിടെയാന്നും കൂടെ അറിയില്ല. യൂണിഫോമിന്റെ അതൊക്കെ അറിയാം. എല്ലാം എടുത്ത് വെക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളെങ്ങനെ മാളൂട്ടീനെ സ്കൂളിലാക്കിയിട്ട് വരാം. സാധാരണ മുബിക്കാകെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കും, ഞാനാണ് ക്ലാസ്സിലേക്ക് ആക്കി കൊടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യണോണ്ട് ഇന്ന് മുബിക്കാകെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ മാളൂസിനെ സ്കൂളിലാക്കി ചോറ് വെക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ വെള്ളം തിളക്കുന്ന ടൈമും കൊണ്ട് ഞാൻ പോയി കുളിച്ച് സുന്ദരനായിട്ട് തിരക്കിട്ട് പോയി കുളിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്ക് അരിയിടാം. അരി എവിടെയാണ്? അരി എവിടെയാണ്? ഇത് രാവിലത്തെ പ്ലേറ്റ് ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. അത് ഒരുമിച്ച് ഞാൻ എങ്ങനെ എല്ലാം ഒരുമിച്ച് കഴുകിയാ മതി. ഞാനിന്ന് കഴിക്കണോന്നാണ് ആലോചിക്കുന്നത്. എനിക്ക് പാഴ്സൽ വാങ്ങട്ടെ. കറക്റ്റാ, പെർഫെക്റ്റ്. ഞാൻ അത്രയാണ് എടുക്കാറുള്ളത് നമുക്ക് മൂന്നാൾക്കും.
മസിലും പിടിച്ച് നിക്ക ചോറ് വെക്കാൻ. കളയാൻ പാടില്ല. അതെ അതെ. അങ്ങനെ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞു ഗൈസ്. എന്താ കറി വെക്കാൻ പോകുന്നത്? ആദ്യം ഞാൻ പോയി മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഫിഷ് ഉണ്ടോ നോക്കിട്ട് വരാം. മീൻകറിയാണോ ഉണ്ടാക്കുന്നത്? അതെ, മീൻ കറി പൊരിക്കാടി. മീൻ പൊരിക്കുകയും ചെയ്യും, പരിപ്പ് കറിയും വെക്കും. പരിപ്പ് കറി ഒക്കെ ഉണ്ടോ? അപ്പൊ നാളെയാണോ വെള്ളത്തിലൊക്കെ ഇടാൻ പോകുന്നേ? അങ്ങനെ സംഭവം ഉണ്ടല്ലേ. പരിപ്പ് വെള്ളത്തിലിട്ടങ്ങനെ രാത്രി ഒന്നും ഇടണ്ട, ഇപ്പൊ കൊറച്ചേരം ഇട്ട് വെച്ചത്. ഇനിയിപ്പൊ ഇട്ട് വെച്ചു തൽക്കാലം, സാരല്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാൻ പാടില്ല, പിന്നെ എനിക്ക് കഴിക്കണമല്ലോ, അപ്പൊ കൊളാവരുതെന്ന് എഴുതിയിട്ട് പറഞ്ഞിരുന്നേ. എത്ര ഉണ്ടെന്ന് അളവൊക്കെ ഒന്ന് പറഞ്ഞു തരണേ, ഇല്ലെങ്കിൽ നാളത്തേക്കും പരിപ്പറി കൂട്ടേണ്ടി വരും. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടോ. ഇങ്ങോട്ട് ഷാനുവിനെ ഒരു ദിവസം പറഞ്ഞു വിടണം, എന്നിട്ട് മീൻ വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറയണം. ഞമ്മക്കിത് അറിയുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, അവരെന്താക്കും. ഞാൻ വാങ്ങിയത് നല്ല ട്യൂണയാണ് കേട്ടോ. ഇതെന്താ നനഞ്ഞോ? മഴ മഴ. മീൻ കഴുകാം, മീൻ കഴുകണല്ലേ. ഇനി അവിടെയൊക്കെ ഒഴിവാക്കണം. അങ്ങനെയാണല്ലേ. മീൻ നന്നാക്കുമേ ഇത് കെട്ടാം, കുളിച്ചതായതുകൊണ്ട് കാര്യമായിട്ട് കെട്ടിയാൽ. ആണോ? ലൈഫിലോ? ലൈഫിലല്ല, ഖത്തറിലൊക്കെ കെട്ടിയിട്ടുണ്ട്. മീൻ വാങ്ങിയിട്ടുണ്ട്. എന്താ ഞാൻ ഇതിൽ കഴുകി നല്ല മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ചിട്ട് തരാട്ടോ. എന്താ മുമ്പിക്കാക കൊറേ നേരമായല്ലോ ഉച്ചയൊന്നും കേക്കാത്തെ? 4, 6, 8 എത്ര 12 പീസില്ലേ? അതിന് 12. ഉച്ചക്ക് 2 വെച്ച് രാത്രി 2 വെച്ചാകുമ്പോ 12 നീ ഇത്രയും വലിയൊരു മാത്തമാറ്റീഷ്യൻ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട് മുമ്പിക്കാക്ക. ഒരു വെളുത്തുള്ളിന്റെ വലിപ്പം കണ്ടോ? അതുകൊണ്ട് ഈ മുബിക്കാക്ക് നല്ല ലക്ക് ഉണ്ട് കേട്ടോ. ഞാൻ എടുക്കുമ്പോ കിട്ടുന്ന വെളുത്തുള്ളി കാണണം നിങ്ങള്. ഇതിപ്പോ ഒരു വെളുത്തുള്ളി എടുത്താൽ പോലും ഞാൻ ഇങ്ങനത്തെ ഒരു 5-6 വെളുത്തുള്ളി നന്നാക്കണതിന് സമാണിത്. അത്ര എളുപ്പത്തില് വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്ന കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാലോ. മുബിക്കാക്ക് ഭയങ്കര ലക്കുള്ള ദിവസമാണ്. വേറൊരു ദിവസം മതിയായിരുന്നു ഈ വ്ളോഗ്. ചോറ് വാർക്കൽ ഞാൻ പരാജയപ്പെട്ടിരിക്കാന്. അത് എക്സ്പീരിയൻസ് തന്നെ വേണം കേട്ടോ. അത് നിങ്ങളാരും എക്സ്പീരിയൻസ് ഇല്ലാതെ ഇതിന് ഈ ഒരു പരിപാടിക്ക് ഇതാകാൻ പാടില്ല അല്ലേ ഷാനു? എക്സ്പീരിയൻസ് വേണല്ലേ? അല്ല, അത്രക്ക് നിർബന്ധമാണ് നിങ്ങൾ വല്ല കപ്പും കൊണ്ടോ അരിപ്പയും കൊണ്ടോ ഏറ്റവും വാർത്താൽ മതി കേട്ടോ. അല്ലാതെ അതെ വല്ല അരിപ്പ. അതെ, ഫസ്റ്റ് നമ്മൾ മുളക് പൊടി ഇടും. ഫസ്റ്റ് സെക്കൻഡ് ഒന്നുമില്ല, ഇടുന്നതൊക്കെ എപ്പോ വേണമെങ്കിൽ ഇടാം. എല്ലാം കൂടെ അങ്ങ് കുഴക്കാനല്ലേ. ഉപ്പ് പാകത്തിന്. ഉപ്പും മുളകും ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ മീൻ പൊരിക്കണേൽ ആളിട്ടിട്ടുള്ളത്. ഞാൻ കുറച്ച് ജീരകം, കറിവേപ്പില, കുറച്ച് ചെറുനാരങ്ങ, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഒക്കെ ഇടാറുണ്ട്. വലിയ ജീരകം ഇതെല്ലാം ഞാൻ പറഞ്ഞെന്ന് ഇനി കൂട്ടൂല. എന്തെങ്കിലും വെറുതെ നിക്കണിട്ട് സഹിക്കണില്ല അല്ലേ? ചെറുനാരങ്ങക്ക് വരെ എല്ലാരും പറയും ചെറുനാരങ്ങാക്കാന്ന്. ഇന്ന് കുറച്ച് സുർക്കാക്കി വെക്കാലോ. ചെറുനാരങ്ങ മുറിക്കാനുള്ള മടിയും കൊണ്ടാണ് ഗായ്സ് അത് പറയുന്നത്. അങ്ങനെ മാളൂട്ടീന്റെ സ്കൂൾ വിടുന്ന ടൈമായി. അപ്പൊ ഞങ്ങൾ അവളെ കൂട്ടാൻ പോവാണ്. ഇനി ചീത്ത പറയൂട്ടോ കാർ എടുക്കാതെ വന്നതിന്. ബാഗൊക്കെ എടുത്ത് വരുന്നുണ്ടിരുന്നല്ലോ. എന്നോട് പറഞ്ഞു ബെല്ലടിച്ചിട്ടില്ല, ചമ്മിപ്പോയി കഴിച്ചു. ഞാൻ ഇതുവരെ കറക്റ്റ് സമയത്തല്ലാതെ കേറിപ്പോയിട്ടില്ല. രണ്ടും എഴുതിയോ? വെള്ളം കുടിച്ചോ? എന്താ ഇതോ? ഇത് ഫ്രൂട്ട്സ് കൊണ്ട് കഴിച്ചോ? സ്നാക്സ് ബോക്സ് കഴുകാനിട്ടിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് മാളൂസിന്റെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കിനി മാളൂസിനെ കുളിപ്പിക്കണം. അതും മുബിക്കാതെ തന്നെയാട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ സാധനങ്ങളൊക്കെ എടുത്തോടത്ത് തന്നെ കറക്റ്റ് എടുത്തു വെക്കണം. ഷൂസ് ഒക്കെ പുറത്തുണ്ട്, അതൊക്കെ തുടച്ചെടുത്ത് വെക്കണം. ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഡെയിലി, അതൊക്കെ ചെയ്യണം എന്നാണ്.
നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്കിങ്ങനെ പറയാൻ സൗകര്യമില്ല. എന്താണ് മാളു? സൗകര്യമല്ലല്ലോ, സ്വാതന്ത്ര്യമല്ലേ. അടങ്ങി കിട്ട വെള്ളം തെറിപ്പിക്കല്ലേ. ഇനി ഈ യുദ്ധം എപ്പോ കഴിയുന്നറിയില്ല, ഇത് കഴിഞ്ഞ് വരട്ടെ. നീ മനസ്സിന് ഉറക്കം വരുന്നുണ്ട് അല്ലേ? അപ്പോഴേക്കും ഒരു അടിയൊക്കെ കഴിഞ്ഞൂടെ. കുളി കഴിഞ്ഞാ ഒരു ഉറക്കമുള്ളതാണ്. കളിക്കാനിരുന്നോ? എന്താ ചെയ്യണ്ടേ? മുങ്ങി ചാവാനുള്ള വെള്ളം വേണം. അത്യാവശ്യം പരിപ്പൊക്കെ മുങ്ങി കിടക്കാനുള്ള വെള്ളം വേണം. പരിപ്പ് കഴുകി അതിലേക്ക് ഇടുക, ഒരു വെല്ലുള്ളി ഇടുക, ഒരു തക്കാളി ഇട്ടാൽ നല്ലതാണ്, നിർബന്ധമില്ല, വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഒരു പച്ചമുളക് ഇടുക, ഇച്ചിരി ഉപ്പുമുളക്, മഞ്ഞപ്പൊടി ഇടുക. മുളക് പൊടി സാധാരണ അങ്ങനെ അധികം ആരും ഇടാറില്ല, മഞ്ഞപ്പൊടി മാത്രം ഇട്ടാലും മതി. പക്ഷെ ഞാൻ ഇടലുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇട്ടോ. കുക്കർ അടക്കാൻ അറിയോ? പിന്നെന്താ, മുബിക്കാക്ക് ഒരു അബദ്ധവും പറ്റുന്നില്ല. കുറച്ച് അബദ്ധങ്ങളൊക്കെ വേണ്ട, അപ്പോഴല്ലേ വീഡിയോ രസം ഉണ്ടാവുള്ളൂ. ഞാൻ ഈ ഒരു എക്സ്പെക്ടേഷനിലല്ല ഈ വ്ലോഗ്. എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന നമ്മളൊക്കെ ക്ലീനിങ് ആണ്, പക്ക. എന്തായാലും കറിയാവട്ടെ. 9 വർഷം പ്രവാസം, അതാണ് പ്രവാസികൾക്കുള്ള ആകെ കിട്ടിയ ഒരു സാധനം. ഓക്കെ, എന്നാലേ ഗ്യാസ് കത്തിക്ക്. ഇല്ല, പരിപ്പ് നല്ല വെന്താലും മാളൂന് ഇഷ്ടം. ഇപ്പൊ തുറക്കാൻ പാടില്ല, അതിന്റെ ആവി പോവാതെ തുറന്ന പൊട്ടി തെറിക്കിട്ടോ. ആദ്യം ഇവിടെയൊക്കെ വൃത്തിയാക്ക. ഇവിടെ വൃത്തിയാക്കാനൊന്നുമില്ല. എന്താ വൃത്തിയാക്കാൻ? ഒക്കെ വൃത്തിയാക്കണം. എന്നിട്ട് കുക്കർ താഴേക്ക് എടുത്ത് വെക്ക്. അങ്ങനെ മീനൊക്കെ ആയിട്ടുണ്ട്. മാളു, നമുക്ക് ചോറുന്നാലോ? ചോറുന്നാം, പക്ഷെ ഒക്കെ വിളമ്പി തരണം. ഞാൻ അവിടെ പോയിരിക്കും. വിളമ്പി തരണം, അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെക്കണം. എന്താ ഇതൊക്കെ ഇന്ന് ഫുൾ മുബിക്കാക്കാം. ചോറ് റെഡി. കറികള് പോരട്ടെ. ഓരോ ജോലി കഴിയുമ്പോൾ അബക്കും മറന്നു. അങ്ങോട്ട് എല്ലാ ജോലിക്കുള്ള അപ്പൊ വിചാരിച്ച പോലെ നല്ല അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് കറി, മീൻ പൊരിച്ചത്, പിന്നെ അച്ചാറും തൈരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിച്ചു നോക്കിട്ട് പറയാം. യെസ്, വിചാരിച്ച പോലെയല്ല മുബിക്കാക്ക, രസമുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ധന്യമായില്ലേ? കണ്ടോ, ഇങ്ങനെ ഒരു അഭിപ്രായമൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷം കണ്ടോ ഉണ്ടാക്കിയിട്ട്. പാത്രം കഴുകാൻ വേണ്ടി പോവാണ്. യെസ്, രാത്രിയല്ല ഇപ്പൊ. ഞാൻ കഴുകില്ല കേട്ടോ, ഇന്ന് ഫുൾ മുബിക്കാക്കിയാന്ന് പറഞ്ഞ. ഓക്കെ, അപ്പൊ രാത്രി കഴുകാനാ എന്നാ ഓക്കെ. പക്ഷെ നീ പാത്രം കഴുകില്ല. ഓക്കെ. അങ്ങനെ മൂബിക്കാകെ ജിമ്മിന് പോയി വൈകുന്നേരം. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് നഗറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു കേട്ടോ സിനിമ കാണുമ്പോൾ. ഞാൻ പാത്രം കഴുകി വെച്ചിട്ടുണ്ടാവും വിചാരിച്ചു നീ. എനിക്ക് കിട്ടിയൊരു ചാൻസ് അല്ലേ. ഇന്ന് ഇനിയിപ്പൊ അലക്കാനും കൂടെ ഉണ്ടായിരുന്നു. ഞാനത് തരാത്തതാ മനഃപൂർവ്വം. അതെങ്കിലും കുറഞ്ഞു കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. അന്ന് അലക്കിട്ടോ, കുഴപ്പമില്ല, ഇപ്പോഴാണേലും കുഴപ്പമില്ല. രാത്രി ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ ആളിതാ വിത്തിൻ സെക്കൻഡ്സ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അല്ലേ? അതൊന്നല്ല മക്കളെ, എന്താ വെച്ച് കഴിഞ്ഞാല് കൊഴങ്ങിപ്പോയി. പിന്നെ രാവിലത്തെ കിച്ചൺ ആണോ ഈ കിച്ചൺ ആണോ ബെറ്റർ എന്ന് നിങ്ങൾ ഇതാ ഇവിടെ ചട്ടിയൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ടും കൂടെ ഇല്ല, ഓർമ്മല്ല. രാത്രി ഫുഡ് ഉണ്ടാക്കാൻ വയ്യ, നമുക്ക് ഫ്രൈഡ് റൈസ് വാങ്ങാൻ. പക്ഷെ അതൊക്കെ മാളൂസിനെ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് ഫുഡ് കഴിച്ചിട്ട്. അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ബൈ പറയാം. അപ്പൊ അതിനെന്താ പറയാ? ഇത് വേണ്ട മള്ളു, ഇത് വേണ്ട, നമുക്ക് ഇത് പഠിക്കാം. അത് ശരി. അപ്പൊ മാത്സ് പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു. അടിപൊളി. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് എന്ത് ട്രീയാ? ഇത് മാംഗോ ട്രീ. നല്ല ഇതും വേണ്ട.
എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? ആ പഠിപ്പിച്ചു യാ എലിഫന്റ് ലയൺ നമുക്ക് അറിയാം. E L ആ E ആ P ആ H ആ A ആ N ആ E ഈയോ അല്ല വെരി എ ബി സി എന്ന് പറഞ്ഞ എല്ലാ ലെറ്ററും പറഞ്ഞു. ഗായ്സ്, അപ്പൊ ഇവരെ പഠിത്തമൊന്നും ഇപ്പൊ തീരും തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. FB ലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ ബൈ 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 ബൈ. ബൈ ബൈ ബൈ.